ഇപ്പം എൻ്റെ ടെറസ് കൃഷിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെറസ് നനയാത്ത കൃഷി രീതിയാണ്. ഇത് എല്ലാ വീടുകളിലും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. ഇപ്പോൾ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്, ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്തെടുക്കും. എനിക്ക് ആവശ്യമുള്ള ഞാനെടുക്കും. ചിലർ വ്യക്തിപരമായിട്ട് ആവശ്യപ്പെടും, സെൽഫ് അഡ്രസ്ഡ് കവർ അയക്കുക, ഞാൻ വിത്തയച്ച് അങ്ങോട്ട് തിരിച്ചയച്ചു കൊടുക്കും. അപ്പോൾ ഈ വാഴ സത്യം പറഞ്ഞാൽ ഇത് കാണിക്കാൻ കൊള്ളാത്ത രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ടെറസിൽ വെള്ളം വീഴാതിരിക്കുന്ന വിധത്തിൽ നമ്മൾ കൃഷി ചെയ്യണമെങ്കിൽ ആ പ്രശ്നമില്ല. ഇതിപ്പോൾ ടെറസിൽ വെള്ളം വീഴുന്നില്ല. ഇതും 50 ലിറ്ററിൻ്റെ ബാരലാണ്. മറ്റേ നമ്മൾ വട്ടം കട്ട് ചെയ്തു, അതിന് പകരമായിട്ട് ഞാൻ നീളം അങ്ങോട്ട് കട്ട് ചെയ്തു. ഇതിപ്പോൾ ട്രോളി ഞാൻ വെയിലൊക്കെ പിടിപ്പിച്ച് വെച്ചേക്കാണ്. ഇത് ഞാൻ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഉണ്ടോ? ഇപ്പം ഇങ്ങനെ ഒരു ഹോള് വന്നില്ലേ, ഇതിൽ നമുക്ക് വളം ഫില്ല് ചെയ്യാം. ഉണ്ടോ? ഇതൊരു നീളം കൂടിയ ഒരു മുളകാണിത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നടപ്പിലാക്കിയാൽ നല്ലത്. ടെറസ് കേടാവില്ല, എത്ര കാലം വേണമെങ്കിലും കൃഷി ചെയ്യാം. അപ്പോൾ അമ്മ അറിയാതെ കുഞ്ഞിനെ നമ്മൾ അടച്ചു മാറ്റി. അതാണ് ഇതിൻ്റെ മെത്തേഡ്. ഇന്നടുത്ത തക്കാളിയാണ്. തക്കാളിയുടെ ഇന്നത്തെ മാർക്കറ്റ് വില എല്ലാവർക്കും അറിയാമല്ലോ. 100 രൂപയിൽ എന്തായാലും ഒട്ടും കുറവില്ല. 2 കിലോയുള്ള സാധനം കാണും. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരും. സാധാരണഗതിയിൽ നമ്മളിത് ഫ്രീസറിൽ വെക്കും. കൂടുതലുള്ള ഫ്രീസറിൽ വെക്കാറാണ് പതിവ്. അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ വിലക്ക് കൊടുക്കും. വിലക്കും കൊടുക്കാറുണ്ട് കേട്ടോ. തക്കാളി നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന തക്കാളിയാണെങ്കിൽ പുളിയൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല. അപ്പോൾ ഞാൻ വിജയഘോഷ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും വല്ല ബംഗാളിയാണെന്നൊക്കെ ചിലരൊക്കെ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം അതല്ല, മനസ്സിലായി. അപ്പോൾ ഞാനിവിടെ എറണാകുളം പാലാരിവട്ടം, എറണാകുളത്ത് മെട്രോ സിറ്റിയിൽ പാലാരിവട്ടം എന്ന് വെച്ചാൽ എറണാകുളത്തിൻ്റെ ഏതാണ്ട് നല്ലൊരു ഹൃദയഭാഗമായിട്ട് വരും. കല്ലു സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ്. ഇവിടെ തൊട്ടപ്പുറത്താണ് കളി നടക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ അത്ര അടുത്ത്. അപ്പോൾ അതുപോലുള്ളൊരു സ്ഥലത്താണ്. ആ സ്ഥലത്ത് നമ്മൾ ഉള്ള സ്ഥലത്ത് ടെറസിൻ്റെ വീടിൻ്റെ മേലയിൽ ടെറസിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്തെടുക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാനിപ്പോൾ കൃഷി തുടങ്ങിയിട്ട് ഒരു 14 വർഷമായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ടെറസ് കൃഷിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെറസ് നനയാത്ത കൃഷി രീതിയാണ്. ഇത് കണ്ടില്ലേ, ഇന്ന് രാവിലെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളമാണിത്. ഇതിൻ്റെ ഒരു കളറുണ്ടോ, ഒരു ബ്രൗണിഷ് കളറ്. അപ്പോൾ അതിൻ്റെ എക്സസ് വാട്ടർ അത് കംപ്ലീറ്റ് ഞാനിങ്ങോട്ട് കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നാളെ വരുമ്പോൾ ഈ വെള്ളം കൂടി ചേർത്ത് നനച്ചു കൊടുക്കും. ഇതുണ്ടില്ലേ, എത്ര വെള്ളം വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ഒഴിക്കാം. ആ വെള്ളം നമ്മൾ ഇതിൻ്റെ അടിയിൽ കളക്ട് ചെയ്യണം. മൊത്തം ഒരു 10-20 ചട്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം ഇവിടെ വന്ന് വീഴും, ആ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം അത് ഇവിടെ വന്ന് വീഴും. അപ്പോൾ ഒരു ചെറിയ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലൊരു പാത്തിയാണ് നമ്മൾ വെച്ചേക്കണത്. ഇതിപ്പോൾ ഉണ്ടല്ലോ, പറയുമ്പോഴൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യുമ്പോൾ ഒരു കുറച്ച് പൈസ കൂടുതൽ മുടക്കിയാൽ മതി. ഇതിപ്പോൾ 1 ഇഞ്ച് വണ്ണമുള്ള പൈപ്പാണ്. ആ പൈപ്പ് ഒരു 1.5 അടി ഹൈറ്റിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മീതയിലാണ് ഈ ഡ്രം വെച്ചേക്കുന്നത്. ഈ ഡ്രം എന്ന് പറഞ്ഞാൽ 50 ലിറ്ററിൻ്റെ ബാരൽ കട്ട് ചെയ്ത് പകുതിയാക്കി വയ്ക്കുകയാണ്. അപ്പോൾ 25 ലിറ്റർ കപ്പാസിറ്റി ആയി. അത്രയും മണ്ണ് ഇതിൽ കയറിയാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ 4 തൈകൾ വെച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഗ്രോ ബാഗ് ആണെങ്കിൽ 1 തൈയേ വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 4 തൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വളർന്നോളും. അതിനുള്ള വളം നമ്മൾ ദ്രാവക രൂപത്തിലാണ് ഇനി കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അടിവളമൊക്കെ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കരിയില നന്നായിട്ട് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നീട് പെട്ടെന്ന് തന്നെ അഴുകി നല്ല വളമായിട്ട് മാറിക്കോളും. അപ്പോൾ കരിയില എന്ന് പറയുമ്പോഴേക്കും കാർബണാണ്. കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൽ കാർബണിൻ്റെ നല്ലൊരു ശതമാനം കാർബൺ ഉണ്ടായിരിക്കണം. 6% എങ്കിലും വേണമെന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ കരിയില കത്തിച്ച് കളയാതെ അത് ഇതിലേക്ക് കൊടുത്താൽ നല്ല വളമായിട്ട് മാറും. ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരും. നമുക്ക് നല്ല വിളവ് കിട്ടും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, വെള്ളം വീഴുന്നുണ്ടല്ലേ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളമാണ്. ഓക്കെ, എക്സസ് വാട്ടർ. ആ വെള്ളം ഇതിലേക്ക് വേണ്ടി കഴിഞ്ഞാൽ ഒഴുകി ആ ട്രെയിൽ വന്ന് വീഴും. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ഈ സാധനം ഒന്നിങ്ങനെ സെറ്റ് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ടെറസ് നിങ്ങൾ നോക്കിയാൽ ഡ്രൈ ആയിട്ട് കിടക്കണണ്ട. ടെറസ് ഒരിക്കലും നനഞ്ഞ് വൃത്തിയുടെ ആവില്ല. അപ്പോൾ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ടെറസിൽ കൃഷി ചെയ്യാൻ പലർക്കും മടിയാണ്. മടിയെന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ടെറസിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 വർഷമൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും ടെറസ് ലീക്ക് തുടങ്ങും. അതാണ് പലരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ ടെറസിൽ വെള്ളം വീഴാതിരിക്കുന്ന വിധത്തിൽ നമ്മൾ കൃഷി ചെയ്യണമെങ്കിൽ ആ പ്രശ്നമില്ല. അത് കഴിയുന്നത് ഈ ബാരൽ തന്നെ വാങ്ങിയായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഹോളിട്ട് കൊടുത്താൽ ഇത് താഴ്ത്തു കണ്ടിട്ട്. അപ്പോൾ അതിൽ കൂടി വരുന്ന എക്സസ് വാട്ടർ നമുക്ക് ഇതിൽ തന്നെ ഈ പാത്തിയിൽ തന്നെ കളക്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ല, ഈ ഒരു പോയിന്റിൽ കൂടി ഇപ്പോൾ വെള്ളം വരുന്നത്. ഇപ്പുറത്തെ അതിൽ അവിടെയും വീഴുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചുകൊണ്ടിട്ട് കൂടുതൽ വരുന്നു. അത്രയും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് സാധാരണഗതിയിൽ മണ്ണ് നനയാൻ ആവശ്യമായ വെള്ളം മാത്രമേ കൃഷിക്ക് ആവശ്യമുള്ളൂ. ടെറസിൽ കൃഷി ചെയ്യുന്നവരൊരു കാര്യം ശ്രദ്ധിക്കണം. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം യാതൊരു കാരണവശാലും ഒഴിക്കാതിരിക്കുക. ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർത്തുള്ള വളം കുറേ നഷ്ടമാകും. ആ വെള്ളം ടെറസിൽ കെട്ടിക്കിടന്ന് ടെറസ് ചീത്തയാകും.
അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ കൺട്രോൾ ചെയ്ത് ഇതിന് എത്രത്തോളം വെള്ളം വേണം അത് മനസ്സിലാക്കിയിട്ട് ഒരു കപ്പ് വെച്ച് കോരി ഒഴിച്ചു കൊടുക്കുക. ഹോസ് വെച്ച് നനക്കുന്നത് നല്ലതല്ല. വെള്ളത്തിനൊരു ലിമിറ്റും ഉണ്ടാവില്ല. എത്രത്തോളം വെള്ളം വന്നത് നമ്മൾ അറിയുന്നില്ല. ഒരു കപ്പ് വെച്ച് ഡെയിലി കോരി ഒഴിച്ചു കൊടുക്കുക. നല്ല വിളവ് കിട്ടുന്ന ഒരിനം വെണ്ടയാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ വിത്തിന് വേണ്ടി ഇട്ടേക്കാണ്. ഇപ്പോൾ ഇതിന് മേലേക്ക് വരുന്നത് വിത്തിനെടുക്കുന്നതെന്ന് പറയുമ്പോഴേക്കും നമ്മൾ ആദ്യം വരുന്ന വിളവിൽ നിന്ന് വിത്തെടുക്കാൻ പാടില്ല. അവസാനം വരുന്ന വിളവും വിത്തിനായിട്ട് നമ്മൾ എടുക്കാതിരിക്കണം. നല്ല ഇടയ്ക്ക് വെച്ചുള്ള ബലത്തിൽ നിന്ന് വേണം നമ്മൾ വിത്തുകൾ എടുക്കാൻ. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഉണങ്ങണം. അപ്പോൾ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്തെടുക്കും. എനിക്ക് ആവശ്യമുള്ള ഞാനെടുക്കും. പിന്നെ നമ്മുടെ കാർഷിക കൂട്ടായ്മകൾ പലതുണ്ട്, അവർക്ക് ഞാൻ അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ ചിലർ വ്യക്തിപരമായിട്ട് ആവശ്യപ്പെടും. അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു 5 രൂപയുടെ കവറിങ് കൂടെ അയച്ചേക്ക്, സെൽഫ് അഡ്രസ്ഡ് കവർ അയക്കുക, ഞാൻ വിത്ത് അയച്ച് അങ്ങോട്ട് തിരിച്ചയച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഈ വിത്ത് വിതരണത്തിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. ഒരു 24 ട്രേയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. പച്ചമുളകുണ്ട്, മഞ്ഞളുണ്ട്, വഴുതനയുണ്ട്. അതൊക്കെ ഇപ്പോൾ വിത്തിനിട്ടൊക്കെയാണ് അതൊക്കെ. പിന്നെ വെണ്ടയുണ്ട്. അപ്പോൾ ഇതുവരെ ഇപ്പം ഇത്രയും ചട്ടികളേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതലെന്ന് വേണമെങ്കിൽ പറയാം. തക്കാളി, പച്ചമുളകൊക്കെ നമുക്ക് ആവശ്യത്തിൽ കൂടുതലാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഇത് തിരുനനെന്ന് പറയും. ഇത് കണ്ടില്ലേ, PVC പൈപ്പ്. PVC പൈപ്പിൽ നമ്മളിതിൻ്റെ അകത്ത് തിരി വെച്ചിട്ടുണ്ട്. ഇത് നോക്കി, ഇതുണ്ടോ, ഇത് കാണുന്നതാണ് വിക്ക് ഇറിഗേഷൻ എന്ന് പറയും. അപ്പോൾ അതിന് നമ്മൾ ഗ്രോ ബാഗാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രോ ബാഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിവശം ഒന്ന് തുളക്കണം. അടിവശം നമ്മൾ ചെറുതായിട്ടൊന്ന് തുളച്ചിട്ട് ആ തുളയിലൂടെ ഈ സാധനം ഇതിപ്പോൾ 3 ഇഞ്ച് പൈപ്പാണ്. അപ്പോൾ 3 ഇഞ്ച് താഴേക്ക് ഇറക്കും. എന്നിട്ട് 2 ഇഷ്ടികയുടെ ചുടുകട്ട ഇതുണ്ട്, അത് സപ്പോർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ അതിലങ്ങനെ നിന്നോളും. നമ്മൾ ഈ പൈപ്പിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വളം ചേർത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനാവശ്യമുള്ള സാധനം അത് ആ പൈപ്പിൽ നിന്ന് വലിച്ചെടുത്തോളൂ. എങ്ങനെയായാലും ഇതൊരു പ്രാവശ്യം നിറച്ച് കഴിഞ്ഞാൽ ഒരു 5 ദിവസത്തേക്ക് നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ പുറത്തെവിടെയെങ്കിലുമൊക്കെ നമുക്ക് പോകാനുണ്ടെങ്കിൽ ഇതുവരെ വിക്ക് ഇറിഗേഷൻ വെക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. അപ്പോൾ അതങ്ങനെ വലിയ ചിലവൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ തന്നെത്താൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് പൈപ്പ് വാങ്ങിക്കുക, വേണ്ട വിധത്തിൽ ഇതുപോലെ സെറ്റ് ചെയ്യുക. 2 അടി അകലത്തിൽ ഓരോ ദ്വാരങ്ങളിടുക. ഇപ്പോൾ ഒരു 3/4 ഇഞ്ച് വട്ടമുള്ള ദ്വാരം മതി. അപ്പോൾ അതങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഒരറ്റം അടച്ച് വെക്കണം, ഒരറ്റം തുറന്ന് വെക്കണം വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ തുറന്നിരിക്കുന്ന വശം നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് ടെമ്പററി ആയിട്ട് അടക്കണം, കൊതുക് കയറി മുട്ടയിടാതിരിക്കും. അപ്പോൾ അത് നല്ലൊരു മെത്തേഡാണത്. റോബസ്റ്റ് ഇനത്തിൽപ്പെട്ട വാഴയാണ്. പക്ഷേ ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു മഞ്ഞ കളറായിരിക്കും, മഞ്ഞ റോബസ്റ്റ. ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ സാധാരണ ഈ മഞ്ഞ കളർ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അതെടുത്തതാണ്. മഞ്ഞ റോബസ്റ്റ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ അധികം വൈകാതെ കൊല വരും. സാധാരണഗതിയിൽ ഒരു 5-5.5 മാസം ആകുമ്പോൾ കൊല വരേണ്ടതാണ്. പിന്നെ നമുക്കൊരു 10-ാം മാസം വിളവെടുക്കാൻ പറ്റും. പിന്നെ ഇതിങ്ങനെ ഒരു സാധനം, ഇത് ഞാൻ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതുണ്ടല്ലേ, ഇത് നമ്മൾക്ക് ഇതിൻ്റെ അകത്തൊക്കെ വളം കൊടുക്കണമെങ്കിൽ ഖരരൂപത്തിൽ തന്നെ കൊടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണിത്. ഉണ്ടോ, ഇപ്പം ഇങ്ങനെ ഒരു ഹോള് വന്നില്ലേ, ഇതിൽ നമുക്ക് വളം ഫില്ല് ചെയ്യാം. ഉണ്ടോ, ഇവിടെ മാറ്റി. അത് വേണമെങ്കിൽ ഇനി സാധാരണ ഇതിലൊന്ന് ഇവിടെ കൊടുത്താൽ ഇവിടെ കൊടുക്കും, പിന്നെ ഒന്ന് ഇവിടെ കൊടുക്കും. അങ്ങനെ 4 വശത്തായിട്ടാണ് ഞാൻ വളം കൊടുക്കാറ്. അപ്പോൾ നമ്മൾ വളം കൊടുക്കുമ്പോൾ 4 സൈഡായിട്ട് കൊടുക്കണം. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് താഴത്തേക്ക് വരും. ഉണ്ടോ, ഇതുണ്ടെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ് ഈ സാധനം. ടയർ ചട്ടിയാണ് ഇത്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ തന്നെ റെഡിയാക്കിയെടുത്താണ് ഈ ചട്ടി. ഇത് നട്ടതല്ല, എങ്ങനെയോ വന്നുവിട്ട് തനിയെ മുളച്ചു. ഇനിയിപ്പോൾ ഇതിലൊരു പരീക്ഷണം നടത്തണം. ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ നന്നായിട്ട് വളരുമെന്ന് പറയുന്നുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല, ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അത് നല്ല ലോങ് ലാസ്റ്റിക്കാണ്, കേടുകൾ കുറഞ്ഞ് കിട്ടും. ഇത് ഒരു സൈസ് ചീരവർഗത്തിൽപ്പെട്ട ചീരയാണ്. ഇംഗ്ലീഷ് ചീര എന്നൊക്കെയാണ് ഇവിടെ ഞങ്ങൾ പറയാം. എൻ്റെ ശരിയായ പേര് വേറെ എന്താണെന്ന് തോന്നണം. പക്ഷേ ഇത് കൊള്ളാം. പക്ഷേ ഇടയ്ക്കൊക്കെ എടുത്ത് അതിൻ്റെ തളിരിലകളെ നമുക്കെടുത്ത് മൂക്കണേനും എടുത്ത് ചീര കറിയായിട്ട് തോരൻ വെക്കാൻ നല്ലതാണ്. ഇത് ഫ്രൂട്ട് പ്ലാന്റ്സ് നടാനായിട്ട് നമ്മൾ വലിയ ബാരലിൻ്റെ പകുതി എടുക്കണം. വലിയ ബാരൽ എന്ന് പറഞ്ഞാൽ 200 ലിറ്റർ ബാരൽ. അപ്പോൾ അതിൻ്റെ പകുതിയാണിത്. അപ്പോൾ 100 ലിറ്റർ കപ്പാസിറ്റിയിൽ മണ്ണ് കിട്ടി. അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി ഫ്രൂട്ട് പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടും. പറഞ്ഞ ഒരു വാഴ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഏത്ത വാഴയാണെങ്കിൽ ഒരു 12-13 കിലോ വരെ വിളവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഇത് പറഞ്ഞാൽ ഇതിൽ ഒഴിക്കുന്ന വെള്ളം ഇതിൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാത്രം വെച്ചേക്കുന്നത്. എക്സസ് വാട്ടർ ഇതിൽ കളക്ട് ചെയ്യും. അപ്പോൾ ഇത് സപ്പോർട്ടാണ്, നന്നായിട്ടുണ്ടാവും കേട്ടോ. സപ്പോർട്ട് ടെറസിൽ വെക്കാൻ പറ്റിയ നല്ലൊരു ഉത്തമമായ ഒരു ബലവൃക്ഷമാണ്. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇത് കണ്ടില്ലേ,
നന്നായിട്ട് കായുണ്ടാവും. വേറെ അങ്ങനെ കീടശല്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു മാവും തൈ എനിക്ക് ഉണ്ടായിരുന്നു, നശിച്ചു പോയിട്ട് പകരമായിട്ടൊരു പുതിയ മാവ് വെച്ച് വെക്കണം. അൽഫോൺസാണിത്. അപ്പോൾ നല്ലൊരു ഇനം മാവാണ്. അപ്പോൾ അത് ഞാൻ പുതിയതായിട്ട് ഇതിലിപ്പോൾ സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ വളർന്നു വരുന്നു. വേരോട്ടം അങ്ങോട്ട് തുടങ്ങിയിട്ടില്ല. വേരോടം പിടിക്കാൻ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ വേരോടി പിടിച്ചു തുടങ്ങുള്ളൂ. ഇത് പുതിന, ഇത് ചെറിയ 50 ലിറ്ററിൻ്റെ ബാരലിൻ്റെ പകുതിയാണ്. അപ്പോൾ ഇതൊക്കെ നല്ല നമുക്ക് ഫ്രഷായിട്ട് വീട്ടിൽ പുതിന വെച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ പ്രത്യേകത ചെറുനാരങ്ങ ചേർത്തിട്ട് മിൻറ്റ് ലൈം, ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നുമ്പോൾ ഈ സാധനം ഇവിടെ വന്ന് മേലെ നിന്ന് പറിക്കും, നമ്മളവിടെ കൊണ്ട് നാരങ്ങയും കൂടി ചേർത്ത് പിഴിഞ്ഞ് നല്ല സൂപ്പർ സാധനം, ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് പച്ചമുളക്, ഇത് കണ്ടില്ലേ, കായ ഉണ്ടായി തുടങ്ങുന്നുണ്ട്, നല്ല വലിപ്പമുള്ള കായാണ്. ഇത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്, കൃഷി കൂട്ടായ്മ, ഹോപ്പ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, വിത്ത് കൈമാറ്റ ഗ്രൂപ്പാണ്, ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അപ്പോൾ അവർ വർഷത്തിലൊരു 3-4 മീറ്റ് നടത്താറുണ്ട്. തിരൂരിൽ വെച്ചൊരു മീറ്റ് നടത്തി. അപ്പോൾ അന്ന് അവിടുന്ന് എല്ലാവർക്കും തൈയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും, വിത്തുകൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ അന്ന് കിട്ടിയ തൈ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇത് കണ്ടില്ലേ, നല്ല ഉഗ്രം പച്ചമുളക്. ഇപ്പോൾ കുറച്ച് ഞാൻ എടുത്തു, എന്നാലും പിന്നെ ബാക്കി ഇതിലുള്ള ആവശ്യമാകുമ്പോൾ എടുത്താൽ മതിയല്ലോ. കുറേശ്ശെ നന്നായിട്ട് വിളവ് കിട്ടുന്നുണ്ട്, നല്ല വലിപ്പമുള്ള പച്ചമുളകാണ്. അപ്പോൾ അത് കൊള്ളാം. അപ്പോൾ ഇത് ഹോപ്പ് എന്ന് പറഞ്ഞ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. പുള്ളി ഇതിനു വേണ്ടി അടുക്കളത്തോട്ട കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. ഇതും ആ കൂട്ടത്തിൽ തന്നെ അതിനോടൊപ്പം തന്നെ വന്നാണ്. അതും കായ്ച്ചു തുടങ്ങി, മുളകൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, ആയി വരുന്നേ ഉള്ളൂ. ആദ്യത്തെ വിളവെടുപ്പ് കുറച്ചെടുത്തു. ഇത് തുളസി, അത് വല്ല ഔഷധ എന്തെങ്കിലുമൊക്കെ ആകട്ടെ, പനി ചുമയൊക്കെ വരുമ്പോൾ എടുക്കാമല്ല, അതിന് വേണ്ടി. ഇത് കുറ്റിയമര എന്ന് പറയും, ഓൾ സീസണാണ്. ഇതും വളരെ യൂസ്ഫുള്ളാണ്. ഇതുകൊണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ തൈ വെച്ചിട്ട് 2 ആഴ്ച ആയിട്ടില്ല. അപ്പോൾ അത് കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ചു. ഇതിപ്പോൾ ഉണ്ടാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് പൂക്കും, നിറയെ കായ ഉണ്ടാകും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് അങ്ങനെ നല്ലൊരു സാധനമാണ്. ഇത് എല്ലാവർക്കും ടെറസിൽ വെക്കാൻ പറ്റിയ സാധനമാണ്. ഇത് ചേന. ചേന നമുക്കിതുപോലെ ചാക്ക് അരി വരുന്ന ചാക്ക്, അരിച്ചാക്കിലൊരു 3/4 ഭാഗം മണ്ണ് നിറച്ചാൽ നമുക്ക് ചേന ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ല ഒരു 5 കിലോ വരെ വലിപ്പ വെയിറ്റുള്ള ചേനയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ സാധാരണ ഇന്ന് ചെറിയ ചേന മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതിന് ചെറുതെന്ന് പറയുമ്പോൾ തീരെ ചെറുതാകുമ്പോൾ അതിന് വിലയില്ല, തിരിവാണ്. ആ സാധനം മേടിച്ചിട്ട് അങ്ങനെ തന്നെ കൊണ്ട് അങ്ങോട്ട് വെക്കാറാണ് എൻ്റെ പതിവ്. അപ്പോൾ ചേന നടുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ടെറസിൻ്റെ മേലയിൽ വെക്കാം. അപ്പോഴും ഞാനൊരു കാര്യം ചെയ്തിരിക്കുന്നു, ടെറസിൻ്റെ മേലയിൽ ഡയറക്റ്റ് വെക്കാൻ പാടില്ല. നമ്മൾ ഡയറക്റ്റ് ഈ ചാക്ക് ഞാൻ ടെറസിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു എക്സസ് വാട്ടർ ഒഴുകി ടെറസിൻ്റെ ഈ ചാക്കിൻ്റെ അടിയിൽ കെട്ടി നിൽക്കും. അങ്ങനെ വരുമ്പോൾ സ്ഥിരമായിട്ട് നമ്മളൊരു സ്പോഞ്ച് പീസ് എടുത്തിട്ട്, സ്പോഞ്ചിൻ്റെ കഷ്ണം എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി ഇങ്ങനെ വെച്ചാൽ അങ്ങനെ ഇരിക്കും. ആ എഫക്റ്റ് കിട്ടുമ്പോൾ നമ്മുടെ ടെറസിന് കേടാവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പൊക്കി വെക്കണം. പൊക്കി വെക്കാനായിട്ട് പലരും നമ്മുടെ ചുടുകട്ട ഇഷ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും നല്ലത് ഈ ഓടാണ്. ഒരു ഓടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിൻ്റെ 4 പോയിൻ്റ് മാത്രമേ താഴ്ത്തു മുട്ടുള്ളൂ, ബാക്കി നല്ല എയർ സ്പേസാണ്, വായുസഞ്ചാരം ഉണ്ടാവും. അപ്പോൾ ടെറസിന് കേടില്ല. ഇപ്പോൾ ഈ ചേന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 കിലോ വരെ വലിപ്പമുള്ള ചേന നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇതിപ്പോൾ വിളവെടുക്കാറായി വരുന്നുണ്ട്. ഇത് മഞ്ഞളിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ഉണങ്ങി തുടങ്ങുമ്പോൾ വേണം അത് വിളവെടുക്കാൻ. ഇപ്പോൾ വേണമെങ്കിലും പറിക്കാം, പക്ഷേ ശരിയായതായിട്ടുണ്ടാവും, വലിപ്പം കിട്ടില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ വിളവെടുക്കാറായി വരുന്നുണ്ട്, കളർ മാറിയിട്ടുണ്ട്. ചെറിയ അലങ്കാര വാഴയാണിത്, തായ് മൂസ എന്ന് പറയും. അപ്പോൾ ഇത് ട്രിവാൻഡ്രത്തു നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ഞാനിതിവിടെ നട്ട് നന്നായിട്ട് വളർത്തി വിളവെടുത്ത് കാണിക്കണം, അതൊരു ടാസ്ക് പോലെ എന്നെ ഏൽപ്പിച്ചേക്കണം. ഏതായാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ വളർന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, വേരൊക്കെ പിടിച്ച് വളർന്നു തുടങ്ങി. പിന്നെ ഇതിപ്പോൾ കപ്പത്തണ്ട്, ഇത് ഈ പറഞ്ഞ മാതിരി കഴിഞ്ഞ തിരൂർ ഞങ്ങളുടെ കാർഷിക മീറ്റ് ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്ന് കിട്ടിയ കപ്പത്തണ്ട്. അവിടെ ഈ കാർഷിക സുഹൃത്തുക്കൾ, കർഷകർ, അടുക്കളത്തോട്ടം കർഷകരുടെ കൂട്ടായ്മയാണ്, ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾക്കാർ വിത്തുകൾ, തൈകൾ, നടിയിൽ വസ്തുക്കൾ ഇങ്ങനെ പലതും കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി കൊണ്ടുവന്ന് എനിക്ക് തന്നാണ് ഈ കപ്പയുടെ തണ്ട് 3 എണ്ണം തന്നു. അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ കുത്തി വെച്ചു, തൽക്കാലം വേരും പിടിച്ച് ഇത്രയായി. പക്ഷേ ഇതിനു മുമ്പ് തന്നെ ഇത് ചാക്കിൽ നടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് നടുന്ന രീതി എന്ന് പറഞ്ഞാൽ അരിച്ചാക്കിൽ മണ്ണ്, കരിയില, പിന്നെ മണ്ണ്, ബാക്കി അത്യാവശ്യം ചാണകപ്പൊടി, അത് അങ്ങനെ വളമൊക്കെ ചേർത്തിട്ട് ആ ചാക്ക് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പണിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ചാക്ക് അങ്ങനെ മറിച്ച് കിടത്തിയിടും. കിടത്തിയിട്ടിട്ട് 2 ഓപ്പണിങ് ഉണ്ടാക്കിയിട്ട് ഇത് 2 എണ്ണം നടാം. ഒരു ചാക്കിൽ 2 എണ്ണം നടാം. അപ്പോൾ കപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും വളർന്നോളും. കുത്തി നിർത്തി കഴിഞ്ഞാലൊരു സംഭവമുണ്ട്, കപ്പ വലുതാകും തോറും ചാക്ക് വളരാൻ സമ്മതിക്കില്ല. അവസാനം കപ്പ ചാക്ക് തുളച്ച് പുറത്തോട്ട് വരും, ആ ഒരു അവസ്ഥയ്ക്ക് വരും.
അപ്പോൾ ഈ പറഞ്ഞ പോലെ ചാക്ക് ചരിച്ചിട്ട് കിടത്തിയിട്ടിട്ട് കപ്പ നടാം. ഒരു ചാക്കുണ്ടെങ്കിൽ 2 തണ്ട് വെക്കാം. ഒരു തൈയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു 6 കിലോ കുറയാതെ വിളവ് കിട്ടാറുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇന്ന് കാലത്ത് ഒഴിച്ച വാട്ടറിൻ്റെ എക്സസ് വാട്ടറാണ് ഈ കാണുന്നത്. ഓക്കെ, കളർ കണ്ടോ? ഇത് പുറത്തേക്ക് പോകേണ്ട വെള്ളമാണിത്. കാലത്ത് ഞാൻ ഇതിൽ ഒഴിച്ച വാട്ടറിൻ്റെ എക്സസ് വാട്ടറാണിത്. ഇത് പുറത്തേക്ക് ഒഴുകി പോകേണ്ട, നഷ്ടപ്പെട്ടു പോകേണ്ട സാധനമാണ്. അപ്പോൾ ഞാനത് റീകളക്ട് ചെയ്തു. അപ്പോൾ ഇത് എല്ലാ കർഷകരും ഈ ഒരു രീതി പിന്തുടരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്കതൊരു നഷ്ടമല്ല, അതിൽ കൂടുതൽ ഒരുപാട് മെച്ചമുണ്ട്. ഒരിക്കലും മാത്രം മുടക്കുക. ഇപ്പോൾ ഈ ഒരു ബാരലിന് 700-800 രൂപ കൊടുത്ത ഈ ഒരു ബാരൽ, ഇതല്ല ഫുൾ ബാരൽ കിട്ടും. അത് നമ്മളൊരു കട്ടർ മേടിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ അടിയിലൊരു ഹോളിട്ട് ഇതുപോലെ PVC പൈപ്പിൻ്റെ ഇത് വെച്ച് കണക്ട് ചെയ്താൽ നമുക്ക് വെള്ളം പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് കരിയിലാണിത്. ഇത് ഇടില്ലേ, പഴകി പൊടിഞ്ഞു തുടങ്ങി. ഇങ്ങനെയുള്ള കരിയിലാണ് നമുക്ക് ആവശ്യം. ഇതാകുമ്പോൾ അത്രയും പണി പറഞ്ഞു കിട്ടുക. അല്ലെങ്കിൽ മണ്ണിൽ കരിയിലിട്ട് കഴിഞ്ഞാൽ ഫ്രഷ് ആണെങ്കിൽ സമയം എടുക്കും മണ്ണിലലിയാൻ. ഇതിപ്പോൾ പുറത്ത് അപ്പുറം ഇപ്പുറമുള്ള പറമ്പിലൊക്കെ കിടന്ന സാധനമാണ്. മഴയൊക്കെ കൊണ്ട് ഈ പാകമായപ്പോൾ ഞാനിങ്ങോട്ട് എടുത്ത് ചാക്കി കയറ്റി ഇവിടെ കയറ്റി. അപ്പോൾ ഇനി ഇതിപ്പോൾ ഞാൻ ഈ മണ്ണൊന്ന് നീക്കും. ഇതിപ്പോൾ ഇതിൽ റീപ്ലാന്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഉണ്ടായിരുന്നതൊക്കെ മാറ്റി, പുതിന ഉണ്ടായിരുന്നതാണ് ഞാനപ്പോൾ അത് മാറ്റി വേറെ ചെറുതിലേക്ക് മാറ്റി. അപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്തിട്ട് ഈ സാധനം അടിയിലേക്ക് വിടും. ഇത് ഏറ്റവും അടിയിലൊരു ലെയർ മണ്ണ് കൊടുക്കും. അതിൻ്റെ മീതയിൽ ഈ സാധനം അങ്ങോട്ട് നിരത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ മീതയിൽ വളമൊക്കെ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, കപ്പലിൻ്റെ പിണ്ണാക്ക്, അങ്ങനെയുള്ള വളങ്ങളൊക്കെ ചേർത്തിട്ട് കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റോ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് നമുക്ക് അത് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു 1/2 ഇഞ്ച് താഴെ വക്ക് വരെ നമുക്ക് നടക്കാം. അപ്പോൾ അതും നല്ല ഒരിതാണ്, സ്പേസ് കിട്ടും. ചീര, പുതിന ഇത് നടാൻ വേണ്ടിയാണ് ഞാൻ ഈ സാധനം ഉണ്ടാക്കിയേക്കുന്നത്. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇപ്പോൾ ഒരു ചാക്ക് സിമെൻറ്റ് കൊണ്ട് ഞാൻ 2 ട്രേ ഉണ്ടാക്കി. അതിനുള്ള 6 കാലുണ്ടാക്കാൻ പറ്റുള്ളൂ. 2 കാലിനുള്ള സാധനം ഉണ്ടായില്ല. അപ്പോൾ അത് അവിടെ വെച്ച് നിർത്തി. പിന്നെ ഇതിൻ്റെ എക്സസ് വാട്ടർ ഞാനിവിടെ കളക്ട് ചെയ്യാനാണ്. വേണ്ടില്ലേ, അത് ഈ കോർണറിൽ വരും. വേണ്ടില്ലേ. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നടപ്പിലാക്കിയാൽ നല്ലത്. ടെറസ് കേടാവില്ല, എത്ര കാലം വേണമെങ്കിലും കൃഷി ചെയ്യാം. മണ്ണില്ലെങ്കിൽ നമുക്ക് 2 പേര് പിടിച്ചു കഴിഞ്ഞാൽ, സാധാരണക്കാർ 2 പേര് പിടിച്ചാൽ നമുക്ക് എങ്ങാട് വേണമെങ്കിലും പൊക്കിക്കൊണ്ടുപോയി കാല് വെറുതെ വെച്ചേക്കാണ്. 4 കാലിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മീതയിലെടുത്ത് വെച്ചേക്കാണ്. നമ്മുടെ കോളിഫ്ലവറാണ്. ഇപ്പോൾ സീസണല്ല, സീസൺ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അന്ന് പൊട്ടിമുളച്ച് വന്നതാണ്. നേരത്തെ നട്ട് വിളവെടുപ്പും കഴിഞ്ഞു, അതിൽ നിന്ന് മുളച്ച് വന്നതാണിത്. ഇപ്പോൾ ഇത് 2ാമത് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും അതും നമുക്ക് എടുക്കാമല്ലോ. തിരുനേലയിലാണ് അത് സെറ്റ് ചെയ്തത്. ഇതിനൊന്നും അധികം വെള്ളമൊന്നും വേണ്ട. അപ്പോൾ ഇതും 50 ലിറ്ററിൻ്റെ ബാരലാണ്. മറ്റേ നമ്മൾ വട്ടം കട്ട് ചെയ്തു, അതിന് പകരമായിട്ട് ഞാൻ നീളം അങ്ങോട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ ഈ പടർന്ന് നിൽക്കുന്ന സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇതിപ്പോൾ കണ്ടില്ല. ഇങ്ങനെ 2 തൈ ഇങ്ങനെ വെക്കാം. ആവശ്യത്തിന് സ്പേസായി. പുതിന ഞാൻ അപ്പുറത്തെ ട്രെയിൽ നിന്നെടുത്ത് ഇങ്ങോട്ട് വെച്ചതാണ്. വെച്ചിട്ട് അധികം ദിവസമായില്ല, ഒരാഴ്ച ആയിട്ടില്ല, 4-5 ദിവസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഇതൊരു നീളം കൂടിയ ഒരു മുളകാണിത്. അതൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ വിളവെടുത്തിട്ടില്ല. അപ്പോൾ ഇതിലിടയ്ക്ക് എന്തോ ഡാമേജ് പറ്റി ആക്രമിച്ചത് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോൾ വെർട്ടിക്കൽ പന്തൽ എന്ന് പറയും. ഇപ്പോൾ പടർന്ന് കയറുന്ന സാധനങ്ങളുണ്ടെങ്കിൽ പയർ, പാവൽ, വീച്ചിൽ, പടവലം, ചിറക്ക അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇതിൽ നട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് കൂടി പടത്തി ഇങ്ങോട്ട് കയറ്റാം. അപ്പോൾ കുറേ സ്പേസ് നമുക്ക് ലാഭിച്ചു. ഇത് വെറുതെ കിടക്കുന്ന സ്ഥലമല്ലേ. ഇതൊരു പീച്ചിലാണ്, പക്ഷേ ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു. വേറെ ഉണ്ടായിരുന്നു നല്ല ബീച്ചിലൊക്കെ ഇത്ര സ്ഥലം നീളത്തിലുള്ള കിട്ടി. ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുള്ളത് വളർന്ന് മേലോട്ട് കയറി. അപ്പോൾ ഈ വാഴ സത്യം പറഞ്ഞാൽ ഇത് കാണിക്കാൻ കൊള്ളാത്ത രൂപത്തിലാണ് ഇരിക്കണത്. എങ്കിലും ഞാൻ പറയുകയാണ്, ഇത് ടിഷ്യൂ കൾച്ചറിൻ്റെ വാഴ സാധാരണഗതിയിൽ നമ്മൾ ഒരു ജനറേഷനെ കൊള്ളുള്ളൂ. അടുത്ത ജനറേഷൻ വെച്ച് കഴിഞ്ഞാൽ വിളവ് വളരെ മോശവും. എനിക്ക് 2ാമത്തെ ജനറേഷൻ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. ആദ്യത്തേതിൻ്റെ അത്ര എത്തിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ഇതിങ്ങനെ തന്നെ വളർന്നങ്ങോട്ട് വന്നു. അപ്പോൾ ഇതിങ്ങനെ നിന്നു. അപ്പോൾ 3ാമത്തെ ജനറേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്നുള്ളൊരു ഐഡിയയിൽ അങ്ങനെ നിർത്തി. ഇതിപ്പോൾ ഏതായാലും വലിയ ഗുണമില്ല. അപ്പോൾ ടിഷ്യൂ കൾച്ചർ ഒറ്റ വിളവിന് മാത്രം, ഒരു തവണത്തേക്കുള്ള വിളവിന് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത്ര ചെറിയ തൈയല്ലേ വാങ്ങാൻ കിട്ടുന്നത്. ഒരു 30 രൂപ, 25 രൂപ, 35 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് തൈകൾ വേണമെങ്കിലും വാങ്ങാൻ കിട്ടും. പിന്നെ വേറൊരു ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇതിപ്പോൾ ടൗണാണ്. ഒരു വാഴയില പുറത്ത് പോയി വാങ്ങണമെങ്കിൽ ചുരുങ്ങിയത് 10 രൂപ കൊടുക്കണം ഒരു ഇത്ര നീളത്തിലൊരു വാഴയില കിട്ടണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞാൽ വൈകുന്നേരത്തെ പലഹാരത്തിന് അടയുണ്ടാക്കാൻ അതിനെങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വാഴയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇലയെങ്കിലും എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ അനാവശ്യമായൊരു വാഴക്കണ്ണാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് നമുക്ക് ഇതിൽ വളർത്തേണ്ട കാര്യമില്ല, കാരണം ഇത് ഇത്ര കപ്പാസിറ്റി ഉള്ളൂ. ഒരു വാഴക്കുള്ള സെറ്റപ്പ് ഇതിലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ ഒരു കുഞ്ഞ് വളർന്നു വന്നത് അനാവശ്യമുണ്ട്.
ഇപ്പോൾ പോരാതിന് ടിഷ്യൂ കൾച്ചർ വേണം, അത് വളർത്തിയിട്ടും കാര്യമില്ല. അപ്പോൾ അത് നമുക്കത് നീക്കം ചെയ്യണം. ഇപ്പോൾ ഇതുപോലൊരു പൈപ്പ് എടുത്തിട്ട് ഇതുകൊണ്ടില്ലേ, അപ്പോൾ അമ്മ അറിയാതെ കുഞ്ഞിനെ നമ്മൾ അടത്തി മാറ്റി. അതാണ് ഇതിൻ്റെ മെത്തേഡ്. ഈ സാധനങ്ങൾ ആവശ്യമില്ല. അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണിത്. അക്വാഫോണിക്സ് എന്ന് പറയുന്നൊരു പരിപാടിയാണ്. നമുക്കീ പറഞ്ഞ മാതിരി ഇപ്പോൾ പുറത്തുനിന്ന് മീൻ വാങ്ങുകയാണെങ്കിൽ എന്തായാലും പുറത്തുനിന്ന് തന്നെ മീനൊക്കെ വിഷം ഇഞ്ചക്ട് ചെയ്ത് വിഷത്തിൽ മുക്കിയാണല്ലോ കിട്ടുന്നത്. അപ്പോൾ അത് വേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ വളർത്തി. ഇപ്പോൾ 1000 ലിറ്ററിൻ്റെ ടാങ്കാണ്. ഇപ്പോൾ നമുക്കൊരു 50 ഗിഫ്റ്റ് തിലാപ്പിയ കുഞ്ഞുങ്ങളെ ഇതിൻ്റെ അകത്ത് വളർത്താം. അപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുവന്നിടും. മീനെ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിയുമ്പോഴൊക്കെ അത് വളർന്നു വരും. പിന്നെ വളർന്നു വരുമ്പോൾ ഇതിൻ്റെ വളർച്ച പല രൂപത്തിലെ ഭാഗത്തിലായിരിക്കും. ചിലത് പെട്ടെന്ന് വളരും, ചിലത് ഷോയിൽ വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ തീറ്റ ഇതിപ്പോൾ പറഞ്ഞാൽ ഇത് നമ്മൾ കുറച്ച് കയ്യിലിങ്ങനെ കരുതിയേക്കും. ഇത് റിസർവ് ഫോറമമ്മിൻ്റെ പില്ലറ്റാണ് മീൻ കൊടുക്കാൻ വേണ്ടിയുള്ള തീറ്റ. ഇപ്പോൾ മീൻ ഇട്ട് കൊടുത്താൽ മീൻ വന്ന് തിന്നോളും. അപ്പോൾ ഇതിൽ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇതിൽ തന്നെ ബ്രീഡാകും. സാധാരണ ബ്രീഡാകാൻ പാടില്ല. ഗിഫ്റ്റ് തിലാപ്പിയ എന്ന് പറയുന്ന ബ്രീഡാകാൻ പാടില്ല എന്നുള്ളതാണ്. ആണുങ്ങൾ മാത്രമാണ്, ആൺമത്സ്യങ്ങൾ മാത്രമായിരിക്കും ഇതിൻ്റെ അകത്ത് ഉള്ളത്. പക്ഷേ ഇതെന്നാലും ബ്രീഡാകാറുണ്ട്. ഞാൻ വെയിലൊക്കെ പിടിപ്പിച്ച് വെച്ചേക്കാണ് ഉണ്ടോ. അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കണമെങ്കിൽ നമുക്ക് ഇതങ്ങോട്ട് തള്ളി നീക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ സൂര്യപ്രകാശം, അമിതമായിട്ടുള്ള സൂര്യപ്രകാശം ഇതിന് പാടില്ല മീൻ. കാരണം സൂര്യപ്രകാശം അടിച്ച് വെള്ളം ചൂടായ ഓക്സിജൻ നഷ്ടപ്പെടും. അപ്പോൾ അത് മീനുകൾക്ക് ദോഷമാണ്. മണ്ണിര കമ്പോസ്റ്റിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ സാധനമാണ് 200 ലിറ്ററിൻ്റെ ബാരൽ. അത് തുറന്ന് കാണിച്ചാൽ ഇതുണ്ടില്ലേ, അത് 2 പോർഷനായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. ഇത് ടൈലിൻ്റെ പീസാണ്. അപ്പോൾ മണ്ണിര കമ്പോസ്റ്റ് നമ്മൾ ഈ ഭാഗത്ത് വേസ്റ്റുകൾ, ജൈവമാലിന്യങ്ങൾ ഇട്ടിട്ട് മണ്ണിര ഇതിലിടുന്നു. ചാണകം ഇതൊക്കെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ഇത് ഫില്ലാകുമ്പോഴേക്കും നമ്മൾ ഇതിലിടൽ നിർത്തിയിട്ട് ഇപ്പുറത്തേക്ക് മാറും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് മണ്ണിരയൊക്കെ കൂടി ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ ഈ സാധനം നല്ല കമ്പോസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്, നല്ല പൊടി പോലുള്ള കമ്പോസ്റ്റാവും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതി. ഇതും സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു എയർ പാസേജിന് വേണ്ടിയിട്ട് കുറച്ച് ദ്വാരങ്ങളൊക്കെ ഇട്ട് കൊടുത്തേക്കാണ്. കാരണം ചൂടും മഴയും വെയിലും കൊള്ളാൻ പാടില്ലല്ലോ. ഇപ്പോൾ ഞാനത് മണ്ണിരയൊക്കെ പോയി ഉറുമ്പ് കയറി. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. മിക്കവാറും ഒരു യാത്രാ പരിപാടികളൊക്കെ ഉള്ള കാരണം 2 ആഴ്ച സ്ഥലത്തില്ലായിരുന്നു. പോയി വന്നപ്പോൾ വെള്ളം ഉറുമ്പ് കയറായിരിക്കാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ. ഇതുണ്ടല്ലേ, 4 കാല് പോലെ വെച്ചിട്ട് അതിൻ്റെ മീതിൽ ഗ്രില്ല് വെച്ച്. അപ്പോൾ ഉറുമ്പ് കയറാതിരിക്കാനാണത്. ഇപ്പോൾ ഇത് ഇന്നത്തെ വേസ്റ്റാണ്, കിച്ചൺ വേസ്റ്റ്. ആ സാധനം ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ സാധനം ഇടുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ജലാംശം നീക്കം ചെയ്യണം. ജലാംശം ഉണ്ടെങ്കിൽ ഇതിപ്പോൾ അങ്ങനെ നനവാകാം. ഇതിനിപ്പോൾ കാര്യമായ ജലാംശമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങനെ ഇട്ടാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഇനോക്കുലം എന്ന് പറയും. ഇതൊരു ബാക്ടീരിയയാണ്. ഇതിൻ്റെ അകത്ത് ഈ ചകിരിച്ചോറിൽ അത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സാധനം നമ്മൾ ഇതിൽ കുറേശ്ശെ ഇങ്ങനെ കണ്ടില്ലേ, അത്രയ്ക്ക് അധികമൊന്നും വേണ്ട, ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇപ്പോൾ ഇതിങ്ങനെ ഇട്ട് നാളെ വരുമ്പോൾ ഇതിൻ്റെ മീതിയിൽ വരികയാണെങ്കിൽ അപ്പോൾ അടിയിലും മേളിലും ആയില്ലേ. അപ്പോൾ പറയുന്നത് ഇതൊരു 35 ദിവസം കൊണ്ട് കമ്പോസ്റ്റായി കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ ഞാനൊരു 2 മാസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയിലത്തെ കമ്പോസ്റ്റ് ആയിട്ടുണ്ടാകും, അതനുസരിച്ച് താഴേക്ക് ഇരിക്കണമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ദ്രാവകം ഒഴുകി വരും ഇതിൽ നിന്ന്. അത് നമ്മൾ കളക്ട് ചെയ്യണം. അത് കളക്ട് ചെയ്യാനായിട്ടൊരു സംവിധാനം വേണം. അപ്പോൾ അത് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടില്ലേ, ഇതിൽ നിന്ന് ഒഴുകി വരുന്ന വെർമി വാഷ് എന്ന് പറഞ്ഞ പോലെ ഒരു സാധനമാണ്. ഇത് നല്ല വളമാണ്. ഇപ്പോൾ കുറവാണ്, കാലത്തെടുത്തു. അപ്പോൾ ഒരു 10 ലിറ്റർ വെള്ളം ചേർത്തിട്ട് വേണം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ദ്വാരം ഇട്ടിട്ടുണ്ട്. അതിലേക്കൂടി ഒഴുകി വരുന്നത് ഈ പീസിൽ കൂടി ഒഴുകി ഇതിൻ്റെ അകത്തുനിന്ന് വീഴും. അതാണ് അതിൻ്റെ സംവിധാനം. ഇത് എല്ലാ വീടുകളിലും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. നമ്മുടെ ഈ പറഞ്ഞ ഓരോ കോർപ്പറേഷൻ ഏരിയയാണ്. കോർപ്പറേഷൻ വിചാരിച്ച് ഓരോ വീട്ടിൽ ഇതുപോലെ ഓരോന്നും ഉണ്ടെന്ന് വെച്ചു കൊടുത്താൽ മതി. അത് ലാഭം നോക്കണം. അതിൽ എത്രയോ കാശ് കൂടുതൽ കോർപ്പറേഷൻ ഇപ്പോൾ ചിലവഴിക്കുന്നത് മാലിന്യം കൊണ്ടുപോകാൻ, ലോറി വാടക, കൊണ്ടുപോകുമ്പോൾ വഴിയിൽ പ്രശ്നം, തടസ്സം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബ്രഹ്മപുരത്ത് പ്രശ്നം. അപ്പോൾ അതൊന്നും വേണ്ട. നമുക്ക് ഇതുപോലെ ഓരോ വീടുകളിലുണ്ടെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പം എനിക്ക് ചിലവ് വന്ന് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിട്ട് എനിക്കിപ്പോൾ ഈ ബാരൽ വാങ്ങാനായിട്ട് ഒരു 800 രൂപ ബാരലിൻ്റെ വില.
പിന്നെ ബാക്കി എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്തു. ഈ ടൈല് കട്ട് ചെയ്തു, ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തു. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്തു. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുന്നത് ഒരു 1000 രൂപക്കുള്ളിൽ ചിലവ് എനിക്ക് വന്നിട്ടില്ല. കൃഷി തുടക്കകാലത്ത് ഒരുപാട് ഒരു പരീക്ഷണ ഘട്ടം തന്നെയാണ്. കാരണം കീടശല്യങ്ങളുണ്ടാകും, അതിന് പരിഹാരം തന്നില്ല നമ്മൾ ചെയ്യണം. അപ്പോൾ അറിയുള്ളവരോട് ആരോടെങ്കിലും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അതിനിപ്പോൾ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ടല്ലോ. കാർഷിക മീറ്റുകളുണ്ട്, സർക്കാരിൻ്റെ വക പ്രോത്സാഹനങ്ങൾ, ക്ലാസ്സുകൾ, അങ്ങനെ പലതും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഓരോ രോഗങ്ങൾ വരുമ്പോൾ കായ്ച്ചയ്ക്ക് എതിരായിട്ട് എന്ത് ചെയ്യണം, വെണ്ടയുടെ ഇലയുരുടിപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അങ്ങനെ എല്ലാത്തിനും. മീലി ബഗ് എന്ന് പറഞ്ഞൊരു കീടമുണ്ട്, അത് വന്നാൽ അതിനുള്ള പരിഹാരം എന്താണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാറുണ്ട്. പിന്നെ ഏറ്റവും നല്ലത് രോഗം വരുന്നതിന് മുമ്പേ നമ്മൾ തടയുക എന്നുള്ളതാണ്. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ നമ്മൾ ഇതിലൊരു കീടനിയന്ത്രണങ്ങൾ എന്തെങ്കിലും സ്പ്രേ ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ നേരം മിക്കവാറും ചെയ്യുന്നത് വേപ്പെണ്ണ എമൽഷൻ എന്ന് പറയും. വേപ്പെണ്ണ, വെളുത്തുള്ളി, കാന്താരി മുളക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അത് നേർപ്പിച്ചിട്ട് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കില്ല പതിവ്. അത് ആകുമ്പോൾ കുഴപ്പമില്ല, ജൈവ രീതിയിലാണ് താനും. പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മൾ ആഴ്ചയിലൊരിക്കലും വെച്ച് ചെയ്യണം. അത് ചെയ്യുന്നത് വൈകുന്നേരം വെയിലാറിയ ശേഷം ആയിരിക്കണം. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കാലത്തെ അടിച്ചു കഴിഞ്ഞാൽ അത് രാവിലെ അടിക്കണം. അത് രാവിലെ അടിച്ചാൽ കൊള്ളാം. പക്ഷേ നമ്മൾ വൈകിട്ട് അടിക്കുകയാണെങ്കിൽ ആ രാത്രി മുഴുവൻ പിറ്റേ ദിവസം കാലത്ത് ഒരു 9 മണി വരെ ചൂടില്ലാതെ ഈ സാധനം ഇതിൽ തന്നെ നിൽക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ട്. അപ്പോൾ രോഗം വരാതെ നോക്കുക. രോഗം പടർന്ന് വന്നു കഴിഞ്ഞ് ഗുരുതരമായി കഴിഞ്ഞാൽ നമ്മൾ ജൈവ രീതി പ്രയോഗിച്ചാൽ ഗുണം കിട്ടില്ല. ഇത്ര സ്ഥലമൊന്നും ആർക്കും വേണമെന്നില്ല കൃഷി ചെയ്യാനായിട്ട്. നമുക്ക് അധികം സ്ഥലം വേണ്ട. ബാൽക്കണിയിലാണെങ്കിൽ പോലും നമുക്കൊരു വെണ്ട, പച്ചമുളക്, തക്കാളി, വഴുതന, കറിവേപ്പ്, ഇങ്ങനെ ഒരു 4-5 ഐറ്റം വെച്ച് കഴിഞ്ഞാൽ തന്നെ വളരെ ആശ്വാസമല്ലേ. മല്ലി, പുതിന, ഇതൊക്കെ നമുക്ക് വീട്ടിലൊക്കെ അധികം സ്ഥലം വേണ്ട. അപ്പോൾ അതങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ, എല്ലാവർക്കും ചെയ്യാം. മടി പിടിച്ച് നമ്മൾ വീട്ടിലിരിക്കുന്നതിൽ ഒരു കാര്യമില്ല. അത് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അതിലും നല്ലത് നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇൻവോൾവ്ഡ് ആയാൽ. എനിക്കിപ്പോൾ ഈ മാസം 70 വയസ്സാവും. ഞാൻ നല്ല ചുറുചുറുക്കായിട്ട് ഓടി കിടപ്പുണ്ട്. അസുഖങ്ങളൊന്നുമില്ല, ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല, അങ്ങനെ യാതൊരുവിധ അസുഖങ്ങളൊന്നും തൽക്കാലം ഇല്ല. നാളെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വരാം, അത് വേറെ കാര്യം, അത് പോട്ടെ. അപ്പോൾ ഇതിങ്ങനെ നല്ല സന്തോഷമായിട്ട് നമ്മളിങ്ങനെ പോകുന്നു. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി നമുക്കിതിൽ നിന്ന് കിട്ടും. അപ്പോൾ ആൾക്കാർ പലരും പറയും സ്ഥലമില്ല, സമയമില്ല, അതിലൊന്നും ഒരു കാര്യമില്ല. ഇത് നമുക്ക് മനസ്സുണ്ടെങ്കിൽ മനസ്സിൽ കൃഷിയുണ്ടെങ്കിൽ മണ്ണിൽ കൃഷി ഉണ്ടാകും. അത് വളരെ നല്ലൊരു സന്ദേശമാണ്. കാരണം എനിക്കിത് MG യൂണിവേഴ്സിറ്റിയിൽ ഞാനൊരു ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ക്ലാസ് പഠിക്കാൻ പോയിരുന്നു. അവിടെ നിന്ന് കിട്ടിയ ദയാൽ സാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയൊരു സന്ദേശമാണ്. പക്ഷെ അന്ന് ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ടെറസ് ഫാമിങ്ങിന് ഞാൻ ബേസിക് കോഴ്സ്, ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ബേസിക് കോഴ്സിന് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ റിട്ടയർമെൻറ്റ് ലൈഫാണ് ഇപ്പോൾ ഞാൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഇത് തന്നെ, ഈ അടുക്കളത്തോട്ടം കൃഷി, ഈ കൃഷിയിലൂടെ എനിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല ഇത്രത്തോളം ഞാൻ അങ്ങോട്ട് ഉയർന്നു പോകുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വളരെ ഹാപ്പിയാണ്. എല്ലാവർക്കും ഉയർന്നു പോകണമെന്നില്ല, അതൊന്നും വേണ്ട. നമുക്ക് വീട്ടിൽ കൃഷി ചെയ്താൽ തന്നെ നമുക്കൊരു പ്രത്യേക മാനസികമായൊരു സന്തോഷമാണ്, ഒരു പോസിറ്റീവ് എനർജി നമുക്കതിൽ നിന്ന് കിട്ടും. അത് നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങളെ മാറ്റി നിർത്തും. ഇപ്പോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ശരീരം അനങ്ങിക്കൊണ്ടിരിക്കല്ലേ. കഴിയുന്നതും റിട്ടയർമെൻറ്റ് ആയതിന് ശേഷമാണെങ്കിലും വെറുതെ വീട്ടിലിരിക്കുന്ന നേരം കൊണ്ട് ഇതുമാരെ എന്തെങ്കിലും ചെയ്താൽ അത് വളരെ നല്ല കാര്യമാണ്.